ക്ലാസ് 8 CBSEയിൽ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ സ്ക്വയർ ആൻഡ് എ ക്യൂബ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പ് 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു എക്സാം പോലും നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ നമുക്ക് ഗംഭീരമായിട്ട് 5 ക്വസ്റ്റ്യൻസ് പഠിച്ചെടുത്താലോ? നോക്കുക മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, can we say whether the following numbers are perfect squares? How do we know? താഴെ കൊടുത്തുള്ള നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരൊറ്റ നമ്പർ ആലോചിച്ച് നോക്കുക, 2378, 2378. ഈ 4 ഡിജിറ്റ് 2378, ഇത് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വന്നോ? അത് സ്ക്വയർ നമ്പർ അല്ല. ദാറ്റ് മീൻസ് 7 ഇത് സ്ക്വയർ നമ്പർ അല്ല, ഇത് സ്ക്വയർ നമ്പർ അല്ല. ഇനി 3 സ്ക്വയർ നമ്പർ അല്ല. 8 സ്ക്വയർ നമ്പർ അല്ല. 2 സ്ക്വയർ നമ്പർ അല്ല. 9 ഇതിലില്ല. അപ്പോൾ അതോ 2 3 7 8 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വന്നാൽ അത് സ്ക്വയർ നമ്പർ അല്ലാന്ന് ഉറപ്പാണ്. എന്നാൽ അതല്ലാത്ത നമ്പർ വന്നാലോ അത് സ്ക്വയർ നമ്പർ ആണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 4 ഡിജിറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡിജിറ്റ്, അതായത് 1 4 5 6 9 0 ഇതൊക്കെ വന്നാൽ എപ്പോഴും പെർഫെക്റ്റ് സ്കോർ ആയിക്കണമെന്നില്ല. ആവാതിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിലേതെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം സ്ക്വയർ നമ്പർ അല്ലാന്ന്. അപ്പൊ ഇതെന്താ? മേ ഓർ മേ നോട്ട് ബി. മേ ഓർ മേ നോട്ട് ബി. ഇതും അങ്ങനെ തന്നെ. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലേ, യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലേ. ഇവിടെ 9 ഇവിടെ 1 അല്ലേ. അപ്പം ആവാതിരിക്കാം. അങ്ങനെയാണ് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ ഡിജിറ്റ് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്? അതായത് താഴെ കൊടുത്തുള്ള നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഇതിന്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ടാണ് 6 ഉണ്ടാവുക. ഇത് പലരും വിചാരിക്കുന്നത് അപ്പോൾ അത്ര വലിയ ക്വസ്റ്റ്യൻ 38 സ്കോറിലെ 38 × 38 ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ നോക്കിയാൽ പറയാം. അങ്ങനെയല്ല, ഇത് അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 38 സ്ക്വയർ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാന്നാണ്. 38 × 38 സ്ക്വയർ കണ്ടുപിടിക്കണ്ട. നിങ്ങൾക്ക് 38ന്റെ സ്കോർ അല്ലേ, അപ്പോൾ നിങ്ങൾ അതിൽ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. 8ന്റെ സ്കോർ എത്രയാ? 8 64 64. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 4. ആ 4 ആയിരിക്കും 38 സ്കോറിന്റെ യൂണിറ്റ് ഡിജിറ്റ്. ഇനി 34 സ്കോർ ആണെങ്കിൽ 4ന്റെ സ്കോർ, ആ യൂണിറ്റ് ഡിജിറ്റിന്റെ സ്കോർ ആലോചിക്കാം. 34ലെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 4ന്റെ സ്കോർ എത്രയാ? 4 4 16 16. 4 സ്കോർ 60 ആണ്. 60ന്റെ 6. ഇനി 46 സ്കോർ ആണെങ്കിലോ 6 6 36 6 സ്ക്വയർ അല്ലെ. 46ൽ 6 എടുക്കുക. ആ 6ന്റെ സ്കോർ 36, അതിന്റെ 6, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. ഇനി 56 സ്ക്വയർ ആണെങ്കിൽ അഗൈൻ 6ന്റെ സ്ക്വയർ 36, 6 ആ 36ൽ ലാസ്റ്റ് ഡിജിറ്റ് 6. 74 സ്കോർ ആണെങ്കിലോ 4 സ്കോർ 4 16 16ന്റെ 6, 16ന്റെ 6. ഇനി 82 സ്കോർ ആണെങ്കിലോ 2ന്റെ സ്കോർ 4 ആണ്, അത് 4 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 ഉണ്ടാവും. എവിടെയൊക്കെയാ? ഇതില് അല്ലെ. 4 16 66 യെസ്, കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റിന്റെ ഒരു സ്ക്വയർ നമ്പർ തന്നു. ആ ഒരു സ്ക്വയർ സംതിങ്ങിന്റെ സ്ക്വയർ, ഫോർ എക്സാമ്പിൾ 54ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 77ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ 7ന്റെ സ്കോർ നോക്കിയാൽ മതി. 7ന്റെ സ്കോറിൽ യൂണിറ്റ് ഡിജിറ്റിന്റെ സ്കോർ മാത്രം നോക്കിയാൽ മതി, അല്ലാണ്ട് ഫുൾ സ്കോർ കണ്ടുപിടിക്കണ്ട. ഫോർ എക്സാമ്പിൾ 53ന്റെ സ്ക്വയർ, നിങ്ങൾ 53 × 53 കണ്ടുപിടിച്ച ആൻസർ ഒന്നും കണ്ടുപിടിക്കണ്ട. 53ൽ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. 3ന്റെ സ്കോർ നോക്കുക. 9 ആയിരിക്കും അതിന്റെ ആൻസർ. ഐ മീൻ യൂണിറ്റ്, അതിന്റെ സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 78ന്റെ സ്കോർ ആണെങ്കിൽ 8ന്റെ സ്കോർ 64ൽ 4 ആയിരിക്കും 78 സ്കോറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അത്രയും ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആയേ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, യൂസിംഗ് ദ പാറ്റേൺ എബോവ് ഫൈൻഡ് 36 സ്ക്വയർ. അതായത് 35ന്റെ സ്കോർ തന്നു കഴിഞ്ഞാൽ 36ന്റെ സ്കോർ കണ്ടുപിടിക്കാം. എങ്ങനെയാ ചെയ്യാം? അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. അതായത് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്നിന്റെ സ്ക്വയർ എന്നും മീനിങ് ഉണ്ട്, പിന്നെയോ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം ആണെന്നും മീനിങ് ഉണ്ട്. n സ്ക്വയർ ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ എന്താ മീനിങ്? ആ നമ്പറിന്റെ സ്ക്വയർ ആണെന്നും മീനിങ് ഉണ്ട്. പിന്നെ അത് നമ്പർ ഏതാണ്? ഇപ്പോൾ 5 സ്ക്വയർ ആണെങ്കിൽ 5ന്റെ സ്ക്വയർ എന്നുള്ള മീനിങ് അതിനുണ്ട്. പിന്നെ സം ഓഫ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് എന്നുള്ള മീനിങ് അതിനുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സ്. അതാണ് 35ന്റെ സ്ക്വയർ അല്ലേ. അതാണ് 35ന്റെ സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 36ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 36ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ്. എന്താണ്? സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ് അല്ലേ. ഈ സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ് എന്നുള്ളതില്ലേ, ഞാൻ ചോദിച്ചോട്ടെ, ഫസ്റ്റ് ഓഡ് നമ്പർ പ്ലസ് സെക്കൻഡ് ഓഡ് നമ്പർ പ്ലസ് തേർഡ് ഓഡ് നമ്പർ പ്ലസ് അങ്ങനെ 36th ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നല്ലേ ആ സംഭവം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സം ഓഫ് 35 ഓഡ് നമ്പേഴ്സ് പ്ലസ്
സം ഓഫ് 35 ഓഡ് നമ്പേഴ്സ് പ്ലസ്, അതായത് ആദ്യത്തെ 36 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 35 ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ കൂടെ ആ 36th ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്തതാണ് അല്ലെ, 36th ഓഡ് നമ്പർ അല്ലെ. സോ സം ഓഫ് 35 ഓഡ് നമ്പേഴ്സ് നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ഇവിടെ സം ഓഫ് 35 ഓഡ് നമ്പേഴ്സ് എത്രയാ, 35 സ്ക്വയർ അല്ലെ, 35 സ്ക്വയർ പ്ലസ് 36th ഓഡ് നമ്പർ. 36th ഓഡ് നമ്പർ മക്കളെ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ nth ഓഡ് നമ്പർ കിട്ടണം, nth ഓഡ് നമ്പർ കിട്ടണം. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്നിന്റെ കൂടെ അതിന്റെ തൊട്ടുമുന്നത്തെ നമ്പർ, എന്റെ തൊട്ടുമുന്നത്തെ നമ്പർ എന്താ, തൊട്ടുമുന്നത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഒന്ന് മൈനസ് ചെയ്താൽ മതി, n-1 ആഡ് ചെയ്താൽ മതി. അങ്ങനെ വെച്ചാൽ 36th ഓഡ് നമ്പർ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 36th ഓഡ് നമ്പർ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 36ന്റെ കൂടെ അതിന്റെ തൊട്ടുമുന്നത്തെ നമ്പർ 35 ആഡ് ചെയ്യാം. 30, 60, 12, 72 വരണം, പക്ഷേ 35 ആണ്, അപ്പോൾ 71, 71 ആണ് 36th ഓഡ് നമ്പർ, 71 ആഡ് ചെയ്യാം. ഇനി നോക്ക് 35ന്റെ സ്ക്വയർ ക്വസ്റ്റിൽ തന്നെ എത്രയാ, 1225, 1225 അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യാം, 71 ആഡ് ചെയ്യാം. 71 ആഡ് ചെയ്താൽ 5 1 6 7 2 9 2 1 1296, 1296 കിട്ടി. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ അല്ലേ, അത്ര സിമ്പിൾ അല്ല, അത്ര സിമ്പിൾ അല്ല എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒറ്റ പ്രാവശ്യം എടുത്ത് ഒന്ന് റിവൈൻഡ് അടിച്ച് ഒന്ന് ബാക്കോട്ടൊക്കെ അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക. ഞാൻ പറയുന്നത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങളിപ്പം ഓക്കെ, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ 8ന്റെ സ്ക്വയർ 64 അപ്പോൾ 4, 34ന്റെ സ്ക്വയർ 4 സ്ക്വയർ 16 അപ്പോൾ 6, അങ്ങനെ അത്ര സിമ്പിളായിട്ട് ആലോചിച്ചാൽ കിട്ടുന്നതല്ല. ഞാൻ ഓരോ സ്റ്റെപ്പ് ഞാനിപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 + 3, അഥവാ 2 ഓഡ് നമ്പേഴ്സ് 2 സ്ക്വയർ, 1 + 3 4 ആണല്ലോ, അപ്പോൾ 2 സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ സ്റ്റെപ്പ് പറയുമ്പോൾ അത് ആലോചിക്കണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ അത് പ്രാക്ടിക്കലി നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ തന്നെയാണോ സാർ പറഞ്ഞത്, കറക്റ്റ് ആണോ, അങ്ങനെ ആലോചിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ പറയുന്നതിൻ്റെ കൂടെ, അതാണ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, അത് നടക്കില്ല, കുറച്ചൊന്ന് തല വർക്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, സോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find how many numbers lie between two consecutive perfect squares. For example, 3 square, 4 square. അതിന്റെ രണ്ടും 3 square 3 9, 4 square 3 16. അതിന്റെ രണ്ടിന്റെ ഇടയിൽ, അതിന്റെ രണ്ടിന് ഇൻ ബിറ്റ്വീൻ, 9 16 ഇൻ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടാവുന്ന ചോദിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഇപ്പോൾ എണ്ണി നോക്കാൻ എളുപ്പമാണ്, 10 12 12 13 14 15 6 പക്ഷേ വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ 21ന്റെ സ്ക്വയർ 22ന്റെ സ്ക്വയർ, 21ന്റെ സ്ക്വയർ 3 1 1 2 4 2 4 അല്ലേ, 22 സ്ക്വയർ 3 2 4 2 4 4 8 2 4 484. ഇതിന്റെയൊക്കെ ഇടയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ഇടങ്ങേറല്ലേ, കുറച്ചൊരു സബ്ട്രാക്ട് ഒക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതിൽ വലിയ നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 101ന്റെ സ്ക്വയറും 102ന്റെ സ്ക്വയറും, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യല്ലേ ചെയ്യുക. ഇപ്പോൾ 3 സ്ക്വയറിന്റെ 4 സ്ക്വയറിന്റെ ഇടയിലാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 3 അല്ലേ, അതിന്റെ ഡബിൾ 6 നമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കുക 9 16ന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 10 11 12 13 14 15 6. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 സ്ക്വയറിന്റെ 6 സ്ക്വയറിന്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ട്, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 അപ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിക്കാനേ വേണ്ട, ഈ 5 എത്രയാണോ അതിന്റെ ഡബിൾ 10 നമ്പേഴ്സ് ഉണ്ടാവും. 25 36ന്റെ ഇടയിൽ നിങ്ങൾ ആലോചിക്കുക 26 27 28 29 30 31 32 33 34 35 ഇടയിൽ എന്ന് പറയുമ്പോൾ 25 36 ഇടയിൽ എന്ന് പറയുമ്പോൾ 25 36 പാടില്ല, 10 ആണോ, കറക്റ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ ഡബിൾ എടുത്താൽ മതി, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ, ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, is 2352 a perfect square? If not, find the smallest multiple of 2352 which is a perfect square. Find the square root of the new number. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എവിടെയും ചോദിക്കാം, ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സിനും ചോദിക്കാം, ക്യൂബ്സിനും ചോദിക്കാം, ക്യൂബ്സിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന കേസിനും ചോദിക്കാം. അപ്പോൾ ഇവിടെ 2 വെച്ചിട്ട് പേരാക്കുമ്പോൾ അവിടെ 3 വെച്ചിട്ട് പേരാക്കണം എന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുക 2352 പെർഫെക്റ്റ് സ്ക്വയർ ആണോ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2352 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, ഇവൻ നമ്പർ അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. 2 2 ഒരു തവണ, ഒരു 2 2 0 3 ഇറക്കി ഇട്ടാൽ 3 2 1 1 15 2 7 2 14 1 12 2 6 അല്ലെ, 2 6 12 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ, കറക്റ്റ് അല്ലേ. 2 12 നോക്കുന്നത് 2 15 15 നോക്കുന്നത് 2 1 3 1 2. ഓക്കെ, അതിന് നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാ, 1 2 അല്ലേ, 11 2 5 10 1 17 8 16 1 16 8 2 16 6 ബാക്കി 2 16 17 ബാക്കി 2 21 4. ഓക്കെ, 588നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250ഉം 44ഉം 294 അല്ലേ, 294 അല്ലേ, 2 4 8 2 1 2 ബാക്കി 2 4 5. യെസ്, 294നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 150 115 147 അല്ലേ വരിക, 147 2 14 ബാക്കി 2 4 8 9 2. യെസ്, 147 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓട് നമ്പർ അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക. 4 + 1 5 5 + 7
12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14ൽ 3 എന്ന് പറഞ്ഞാൽ 4 4 3 12 ബാക്കി 2 27 9 അല്ലെ 9 3 27 ബാക്കി 2 4 3 12 14. ഓക്കെ, കറക്റ്റ് ആണ്. 49 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 7 49 അല്ലെ. ആ 7 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 കിട്ടും. അപ്പോൾ 1 കിട്ടുന്നത് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 2352നെ പെയർ ആക്കി എഴുതുക. 2352 രണ്ടെണ്ണം വെച്ചിട്ട് പെയർ ആക്കുക. എങ്ങനെയാ 2 2 അപ്പോൾ എന്തായി 2 സ്ക്വയർ ഇൻറ്റു അടുത്തെന്താ 2 2 എന്തായി 2 സ്ക്വയർ ഇൻറ്റു അടുത്തത് 3 പിന്നെ 3 ഒറ്റയ്ക്ക് അത് നടക്കട്ടെ 7 സ്ക്വയർ 7 ഇൻറ്റു 7 അത് 7 സ്ക്വയർ ആയി. പിന്നെ ഒറ്റയ്ക്കില്ല 3 എഴുതുക. എല്ലാവരും പെയർഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് സ്കോർ ആവുള്ളൂ. എല്ലാവരും പെയർ ആണെങ്കിൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് സ്കോർ ആവുള്ളൂ. സിംഗിൾ ആയിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാവരുത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പാവം സിംഗിൾ ആയിട്ടുള്ള ഒരുത്തനുണ്ട്, ഒരു 3 ഉണ്ട് അല്ലേ, ഓനാരുമില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പെയേഴ്സ് ആക്കി എഴുതി കഴിഞ്ഞിട്ട് സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്കോർ അല്ല. സോ 2352 പെർഫെക്റ്റ് സ്കോർ അല്ല. നിങ്ങൾ വെട്ടിട്ടെക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് വേർഡ്സ് എഴുതിക്കോണം. ഹിയർ 3 do not occur in pairs, therefore does not occur in pairs, therefore 2352 is not a perfect square എന്ന് എഴുതിക്കാം. കഴിഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതിപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുണ്ട്. ഇഫ് നോട്ട് പെർഫെക്റ്റ് സ്കോർ അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിന്റെ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം പെർഫെക്റ്റ് സ്കോർ ആവുന്നത്. സ്മോളസ്റ്റ് ക്വസ്റ്റ്യൻ അതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇങ്ങനെ ചോദിക്കാം. അതിന് പകരം ഇങ്ങനെ ചോദിക്കും. എങ്ങനെയാ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 2352 ക്യാൻ ബി മൾട്ടിപ്ലൈഡ് സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ സ്ക്വയർ നമ്പർ. ഇതൊക്കെ ചോദിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഇതിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ നമ്പർ ആക്കാം. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്താ കുറവുള്ളത്? ഒരു 3 കൂടിയേ കുറവുള്ളൂ അല്ലെ. ഒരു 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഇൻറ്റു 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 3 × 3 3 സ്ക്വയർ ആക്കിയിട്ട് പെയർ ആക്കാമായിരുന്നു. ഇവിടെ ഒറ്റ 3 ഇങ്ങനെ നിൽക്കുന്നല്ലേ പ്രശ്നം. അതിന്റെ കൂടെ നമ്മൾ ഒരു ഇൻറ്റു 3 കൂടെ ഇട്ട് കൊടുത്തിനെ അത് 3 സ്ക്വയർ ആയനെ. അതായത് 2352നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു എക്സ്ട്രാ 3 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷന്റെ ഒരു സൈഡ് മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, നമുക്ക് അതിനുള്ള അവകാശമില്ല. ഒരു ഇക്വേഷന്റെ ഒരു സൈഡ് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മറ്റേ സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്? 2352നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2352 × 3 അതായിരിക്കും സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരിക? 2 3 6 3 5 5 5 ബാക്കി 3 9 10 0 ബാക്കി 1 2 3 6 7 7056 is a perfect square or which is a least which is a multiple of 2352 which is a perfect square അല്ലേ. സോ ഇനി പിന്നെ പറഞ്ഞിട്ട് എന്താ? ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ന്യൂ നമ്പർ. ഈ ന്യൂ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ പലരും റൂട്ട് ഓഫ് 7056 എന്ന് പറയുമ്പോൾ പലരും വീണ്ടും പ്രൈം ഫാക്ടറൈസിനൊക്കെ ചെയ്യാൻ പോകും. എന്തിനാ അതിന്റെ ആവശ്യം? നിങ്ങളൊന്നും ആലോചിക്കണം. നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഈ സാധനത്തിന്റെ കൂടെ ഒരു 3 കൂടിയല്ലേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഈ സാധനത്തിന്റെ കൂടിയേ ഒരു 3 കൂടിയല്ലേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ എഴുതുക. എങ്ങനെയാ? റൂട്ട് ഓഫ് 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 3 ൻ്റെത് 3 സ്ക്വയർ. ഒരു 3 കൂടെ വരുമ്പോൾ 3 സ്ക്വയർ ആയി. അപ്പോൾ റൂട്ടും ഈ സ്ക്വയറും നമ്മളൊക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2 സ്ക്വയറിന് റൂട്ട് വരുമ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയറിൻ്റെ റൂട്ട് 2, 7 സ്ക്വയറിൻ്റെ റൂട്ട് 7 ഇൻറ്റു 3 സ്ക്വയറിൻ്റെ റൂട്ട് 3. അപ്പോൾ 3 2 4 3 7 21 21 × 4 എന്ന് പറയുമ്പോൾ 21 × 4 എന്ന് പറയുമ്പോൾ 1 4 4 ദെൻ 2 4 8 84 അല്ലേ. 4 4 16 ബാക്കി 1 2 8 16 16 32 37 84ന്റെ സ്കോർ ഒന്ന് എഴുതി നോക്കട്ടെ ശരിയല്ലേന്ന്. അല്ലെങ്കിൽ 16 ബാക്കി 1 2 4 8 32 64 45 5 ബാക്കി 6 8 64 6 7 കറക്റ്റാ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. സ്കോർ റൂട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ക്യൂബ്സിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ക്യൂബ്സിലേക്ക് കടക്കാത്ത എന്താണെന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ 2 എണ്ണം വെച്ച് പെയറാക്കിയതിന് പകരം അവിടെ 3 എണ്ണം വെച്ച് പെയറാക്കുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ. ആൻഡ് അതോടൊപ്പം നിങ്ങൾ ക്യൂബ്സിലേക്ക് വരുമ്പോൾ ആ ഒരു അവസാനത്തെ പേജിലെ ടോക്സിക് ക്യാബ് നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക് കൂടി ഒന്ന് നോക്കി പോയിക്കോ. MCQs വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മേജറായിട്ട് വലിയ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് പ്രോബ്ലംസ്, അതാണ് നമ്മൾ പഠിച്ചത്. ഇതെന്തായാലും വരും. ഇതിലൊരു 3 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പിച്ചോ മക്കളെ, ഉറപ്പിച്ചോ. ഓക്കെ അല്ലേ. സോ നല്ലപോലെ പഠിച്ചോളുക. ആൻഡ് യോധ ബാച്ചിൽ ജോയിൻ ചെയ്തോളുക. യോധ ബാച്ച് എന്ന് പറയുന്നത് സരിയത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. വെറും 3,250 3,400 അങ്ങനെ ആകെ ഒരു കൊല്ലത്തേക്ക് ഫീസ് വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, അത്രയും തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് ഒരു വർഷത്തേക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനാവുന്നത്. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് കിട്ടും? ഇംഗ്ലീഷ് കിട്ടും, സയൻസ് കിട്ടും. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ദെൻ മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇത്രയും സബ്ജക്ട്സ് നിങ്ങൾക്ക് ആവുന്നത് ആകെ 3,000
250 3450 അങ്ങനെയാണ് ആകെ എമൗണ്ട് വരുന്നത്. അപ്പോൾ അത്രയും ചെറിയൊരു എമൗണ്ടിൽ ക്ലാസ് 8 CBSEക്ക് ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഇത്രയ്ക്ക് മികച്ച രീതിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒരു പ്ലാറ്റ്ഫോമും ആസ് ഓഫ് നൗ നിലവിലില്ല. നിങ്ങളത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈനിലായിക്കോട്ടെ ഏതായിക്കോട്ടെ, ക്ലാസ് 8 CBSEയിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് ഇത്രയും ചീപ്പായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒരു പ്ലാറ്റ്ഫോമും ആസ് ഓഫ് നൗ നിലവിലില്ല. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഈ കൊല്ലം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങൾ സൈലത്തിൻ്റെ കുട്ടിയാണ്. അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾ 9th വരുവാണെങ്കിൽ നിങ്ങൾ സൈലത്തിൻ്റെ കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അടുത്ത കൊല്ലം കംപ്ലീറ്റ് ഫീസ് അടക്കേണ്ടി വരില്ല, കുറച്ച് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും. കാരണം സൈലത്തിൻ്റെ കുട്ടികൾ അടുത്ത കൊല്ലത്തേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മളെ കാത്തിട്ട് യോധ ബാച്ചിലും നമ്മൾ സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾ വിചാരിക്കും ഓക്കെ സൈലത്തിൻ്റെ ടീച്ചറാണല്ലോ, അപ്പോൾ പിന്നെ സൈലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. ആസ് എ ടീച്ചർ എനിക്കറിയാം ഞങ്ങളിവിടെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്. കൃത്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സും കൃത്യമായിട്ടുള്ള എക്സാംസും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ലപോലെ അത്രമാത്രം വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇരുന്ന് പഠിക്കണം, അത്രയേ ഉള്ളൂ. ഇരുന്ന് പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, അല്ലാത്തൊരു ജോയിൻ ചെയ്ത് വലിയ കാര്യമില്ല. അതപ്പം ജോയിൻ ചെയ്തുകൊണ്ട് മാർക്കൊന്നും ഒരു മാജിക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ ഭാഗത്ത് നിന്ന് ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. ഡെയിലി ഒരു 1.5 hour ക്ലാസ് ഉണ്ടാവുക. അതിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. 1 hour to 1.5 hour, 1 hour ഒക്കെ ഉണ്ടാവുള്ളൂ. 1 hour 1.5 hour ഡെയിലി ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ മാക്സിമം നിങ്ങൾ പഠിച്ചാൽ മതി. ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ക്ലാസ് പോയിട്ട് നമ്മളൊരു അക്കാദമിക് ഇയറോട് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് തീർക്കുകയാണ്. ആൻഡ് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷനും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഓരോ പീരീഡ് കഴിയുമ്പോൾ 5 MCQs വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കും. ഒരു കിസ്സായിട്ട് ആപ്പിൽ കിട്ടും. അതായത് ഇപ്പോൾ ഇന്ന് എൻ്റെ മാത്സിൻ്റെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആപ്പിൽ ക്വിസ് വന്നിട്ടുണ്ടാവും. ആ ക്വിസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. 5 ക്വസ്റ്റൻസ് ഉണ്ടാവുക. ആ 5 ക്വസ്റ്റൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഞാൻ പഠിപ്പിച്ച ടോപ്പിക്സ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ക്വസ്റ്റൻസ് ആ ടോപ്പിക്കിലെ ക്വസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു പീരീഡിൽ നിങ്ങൾ 5 MCQs എക്സ്ട്രാ പഠിക്കും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന MCQs വേറെ, അതല്ലാണ്ട് എക്സ്ട്രാ 5 MCQs നിങ്ങൾ ആപ്പിൽ വരും ക്വിസ്സായിട്ട്. ഇപ്പം ഞാനൊരു ചാപ്റ്റർ തീർക്കുന്ന 6 പീരീഡ് ഉണ്ടെങ്കിൽ 6x5 30 MCQs നിങ്ങൾ ഒരു ചാപ്റ്ററിന് പഠിക്കാം. നമുക്കറിയാം, നമുക്ക് ആനുവൽ എക്സാമിനേഷൻ വരുന്ന സമയത്ത് 80 മാർക്സിനാണ് എക്സാമിനേഷൻ എങ്കിൽ ആദ്യത്തെ 20 ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ MCQs ആണ്. 10th CBSE ബോർഡ് എക്സാമിനേഷൻ്റെ പാറ്റേൺ സെയിം. 80 മാർക്സിനാണെങ്കിൽ ആദ്യത്തെ 20 ക്വസ്റ്റൻസ് MCQs ആണ്. അപ്പോൾ MCQs നമ്മൾ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 MCQs വെച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആൻഡ് ന്യൂ NCERT ഓൾഡ് NCERT ബാച്ച് 2 പേർക്കും ക്ലാസ് കിട്ടും. നിങ്ങൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ന്യൂ NCERTൻ്റെ ക്ലാസ്സും കിട്ടും, ഓൾഡ് NCERTൻ്റെ ക്ലാസ്സും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മക്കൾ കൃത്യമായിട്ട് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ചുകൂടാ. ഓൾ ദ ബെസ്റ്റ്.